8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ദി അസ്ട്രോണമർ എന്ന് പറയുന്ന പോയവും ഇതിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പോയത്തിൻ്റെ പേര് വരുന്നത് ദി അസ്ട്രോണമർ. അസ്ട്രോണമർ എന്ന് വെച്ചാൽ എന്താ? ജ്യോതിശാസ്ത്രജ്ഞൻ അല്ലേ? നമ്മുടെ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവില്ലേ, ശാസ്ത്രജ്ഞന്മാർ, അതിൽ പെട്ട ഒന്നാണ് ഈ എന്താ അസ്ട്രോണമർ എന്ന് പറയുന്നത്. അസ്ട്രോണമർ എന്ന് വെച്ചാൽ സ്റ്റാർസ് ഉണ്ടാവും, അതുപോലെ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, നക്ഷത്രങ്ങൾ, അതുപോലെ ഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആകാശത്തുള്ള, അതിനെയൊക്കെ കുറിച്ച് നിരീക്ഷിക്കുകയും കണ്ടെത്തലുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നവരെയാണ് നമ്മൾ അസ്ട്രോണമർ എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മുടെ ഈ പോയത്തിൻ്റെ പേരും തന്നിട്ടുള്ളത് അല്ലേ. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ പോയം എഴുതിയിട്ടുള്ളത് അല്ലേ. then നമുക്ക് പോയം നോക്കാം. I only said when in the evening the round full moon gets entangled among the branches of that datum tree couldn't somebody catch it. I only said, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. when in the evening എന്താ, വൈകുന്നേരങ്ങളിൽ, the round full moon എന്ന് വെച്ചാൽ എന്താ, കറക്റ്റ് വട്ടത്തിലുള്ള മൂണിനെ നമ്മൾ എന്താ പറയുക, പൂർണ്ണ ചന്ദ്രൻ എന്നല്ലേ. ഗെറ്റ്സ് എൻറ്റാങ്കിൾഡ് എന്ന് വെച്ചാൽ കുടുങ്ങിക്കിടക്കുക. among the branches of that datum tree, ഡാഡം ട്രീയുടെ, മാതള നാരങ്ങയുടെ മരത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന എന്തിനെയാ പറയുന്നത്, പൂർണ്ണ ചന്ദ്രനെ വൈകുന്നേരങ്ങളിൽ കാണാറുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഇവിടെ നമ്മൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത്, താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ മൂണിനെ, ചന്ദ്രനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം, ഈ മരങ്ങളുടെ ചില്ലകൾക്കിടയിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ഒരു ചന്ദ്രനെ പോലെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. ദെൻ couldn't somebody catch it, എന്താ, അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് ആർക്കെങ്കിലും അതിനെ ഒന്ന് പിടിച്ചൂടെ, ഇതാണ് എന്താ, ഇത്രയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ബട്ട് ഡാഡ് laughed at me and said, ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഡാഡ എന്ത് ചെയ്തു, ഡാഡ എന്ന് വെച്ചാൽ മൂത്ത ചേട്ടനെയാണ് നമ്മൾ ഡാഡ എന്ന് പറയാം. മൂത്ത ചേട്ടൻ എന്ത് ചെയ്യാണ്, എന്നെ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ദെൻ എന്നോട് പറയാണ്, ബേബി യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് എവർ നോൺ. എന്താ എന്നിട്ട് പറയുന്നത്, ബേബി, കുഞ്ഞെ, എന്താണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച്, അല്ലെങ്കിൽ എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മണ്ടിയായ കുട്ടി നീയാണെന്ന് അവളെ കളിയാക്കി പറയാണ് അല്ലേ. ദ മൂൺ ഈസ് എവർ സോ ഫാർ ഫ്രം ആസ്, ഹൗ കുഡ് എനിബഡി ക്യാച്ച് ഇറ്റ്. മൂൺ എന്ന് പറയുന്നത് നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണുള്ളത്, പിന്നെ എങ്ങനെയാണ് അതിനെ ആർക്കെങ്കിലും പിടിക്കാനായിട്ട് കഴിയുക എന്ന് അദ്ദേഹം പറയാണ്. ഐ സെഡ്, ഡാഡാ ഹൗ ഫൂളിഷ് യു ആർ. ദെൻ അപ്പോൾ ഞാൻ ഡാഡയോട് പറയാണ്, ഹൗ ഫൂളിഷ് യു ആർ, നിങ്ങൾ എന്തൊരു മണ്ടനാണ്. വെൻ മദർ ലുക്സ് ഔട്ട് ഓഫ് ഹെർ വിൻഡോ ആൻഡ് സ്മൈൽസ് ഡൗൺ അറ്റ് അസ് പ്ലേയിങ് വുഡ് യു സേ ഷീ ഈസ് ഫാർ അവേ. എന്താ, അമ്മ നമ്മൾ താഴെ നിന്ന് കളിക്കുന്ന സമയത്ത് അമ്മ മുകളിൽ നിന്ന് ജനലിലൂടെ നമ്മൾ നോക്കി ചിരിക്കാറുണ്ടല്ലോ. വുഡ് യു സേ ഷീ ഈസ് ഫാർ അവേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് അമ്മയും നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണെന്നാണോ? സ്റ്റിൽ ഡാഡ സെഡ്, ഇപ്പോഴും ഡാഡ എന്താ പറഞ്ഞത്, യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്, നീ ഒരു മണ്ടിക്കുട്ടിയാണെന്ന് പറയാണ് അല്ലേ. വേർ കുഡ് യു ഫൈൻഡ് എ നെറ്റ് ബിഗ് എനഫ് ടു ക്യാച്ച് ദ മൂൺ. എവിടെ നിന്നാണ് നിനക്ക് ഈ മൂണിനെ പിടിക്കാൻ അത്രയും വലിപ്പമുള്ള നെറ്റ് കിട്ടുകയെന്ന് ഡാഡ അവളോട് ചോദിക്കാണ്. ഐ സെഡ്, ഷുവർലി യു കുഡ് ക്യാച്ച് ഇറ്റ് വിത്ത് യുവർ ഹാൻഡ്സ്. അപ്പോൾ അവളെന്താ പറയുന്നത്, നെറ്റിൻ്റെ ഒക്കെ ആവശ്യം എന്താ, നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വെച്ചോണ്ട് തന്നെ പിടിച്ചുകൂടെ എന്ന് പറയാണ്. ബട്ട് ഡാഡ ലവ്ഡ് ആൻഡ് സെഡ്, അപ്പോഴും ഡാഡ എന്താ ചെയ്യുന്നത്, ചിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് അവളോട് പറയാണ്, യു ആർ ദ സില്ലിയസ്റ്റ് ചൈൽഡ് ഐ ഹാവ് നോൺ. എന്താ, ഞാൻ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും സില്ലി ആയിട്ടുള്ള, മണ്ടിയായിട്ടുള്ള ഒരു കുട്ടി നീയാണെന്ന് പറയാണ്. ഇഫ് ഇറ്റ് കെയിം നിയറർ യു വുഡ് സീ ഹൗ ബിഗ് ദ മൂൺ ഈസ്. അത് നമ്മുടെ അടുത്തേക്ക്, നിയറർ എന്ന് വെച്ചാൽ എന്താ, അടുത്തേക്ക് അല്ലേ. അത് നമ്മുടെ ആ ചന്ദ്രൻ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ, അങ്ങനെ വന്നാൽ എനിക്ക് മനസ്സിലാകും അത് എത്ര ബിഗ് ആണെന്ന് അല്ലേ, എത്ര വലുതാണ് അതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഐ സെഡ്, ഡാഡ വാട്ട് നോൺസെൻസ് ദേ ടീച്ച് അറ്റ് യുവർ സ്കൂൾ. അപ്പോൾ അവൾ ഡാഡയോട് വീണ്ടും പറയാണല്ലേ, എന്താ പറയുന്നത്, നിങ്ങളുടെ സ്കൂളിലൊക്കെ എന്ത് നോൺസെൻസ് ആണ്, എന്ത് മണ്ടത്തരാണ്, പൊട്ടത്തരാണ് നിങ്ങൾക്കൊക്കെ പഠിപ്പിച്ച് തന്നിട്ടില്ലേ എന്ന് അവൾ പറയാണ്. വെൻ മദർ ബെൻസ് ഹെർ ഫേസ് ഡൗൺ ടു കിസ് us, does her face look very big. അമ്മ നമ്മളെ കിസ് ചെയ്യാനായിട്ട് വരുമ്പോൾ അല്ലേ, അമ്മയുടെ മുഖം ഇങ്ങനെ കുനിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് ഒരിക്കലും വലുതായി തോന്നുന്നില്ലല്ലോ അല്ലേ, അതൊരിക്കലും വലുതാകുന്നില്ലല്ലോ. ദെൻ പിന്നെ എങ്ങനെയാണ് ഈ മൂണ് മാത്രം അല്ലേ, മൂണ് അത്രയും ഉയരത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അത് മാത്രം എങ്ങനെ വലുതാകുക, അമ്മ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയുടെ ഫേസ് ഒന്നും വലുതാകുന്നില്ലല്ലോ എന്ന് അവൾ ചോദിക്കാണ്. ബട്ട് സ്റ്റിൽ ഡാഡ സേസ് യു ആർ എ സ്റ്റുപ്പിഡ് ചൈൽഡ്. പക്ഷെ ഇപ്പോഴും ഡാഡ എന്താ പറയുന്നത്,
നീ ഒരു സ്റ്റുപ്പിഡാണ് എന്ന് വെച്ചാൽ നീ ഒരു മണ്ടിക്കുട്ടിയാണെന്ന് പറയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ബേബിയും അവളുടെ ചേട്ടനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു പോയ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ അവളുടെ ഇമാജിനേഷനിൽ അവൾക്ക് തോന്നുന്ന അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അവളുടെ തോന്നലുകളാണ് അവൾ ഏട്ടൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ നോക്കാം. ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റീഡ് ചോയ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ? ഹാവ് യു എവർ ഫെൽറ്റ് ദ സെയിം വേ? ഫസ്റ്റ് സ്റ്റാൻസയിൽ ആ കുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ദെൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതുപോലെ തോന്നിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? ചൈൽഡ്സ് ക്വസ്റ്റ്യൻ റിഫ്ലെക്ട്സ് ഹിസ് ഇന്നസെൻസ് ആൻഡ് വണ്ടർ. ആ ചൈൽഡിൻ്റെ ക്വസ്റ്റ്യൻ, ആ കുട്ടിയുടെ ചോദ്യം ഇവിടെ എന്താ കാണിക്കുന്നത്? ആ കുട്ടിയുടെ ഇന്നസെൻസ് അല്ലേ, അതിൻ്റെ നിഷ്കളങ്കത്വവും അതുപോലെ അതിൻ്റെ വണ്ടർ എന്ന് വെച്ചാൽ എന്താ, അതിന് തോന്നിയിട്ടുള്ള ഒരു അത്ഭുതം, ആ ഒരു ഫീല്, അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണാൻ കഴിയുന്നത്. ദെൻ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താം? യെസ്, സംടൈംസ് ഐ ഓൾസോ തിങ്കിങ് ദ സെയിം വേ. അതെ അല്ലേ, ചില സമയത്ത് ഞാനും ഈ രീതിയിൽ തന്നെ ചിന്തിക്കാറുണ്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡാഡാസ് ആൻസർ ടു ദ ചൈൽഡ്സ് ക്വസ്റ്റ്യൻ? ആ കുട്ടിയുടെ ചോദ്യത്തിനോട് ഡാഡയ്ക്കുള്ള മറുപടി എന്തായിരുന്നു? അപ്പോൾ എന്തായിരുന്നു? ഡാഡ ലോവ്സ് ആൻഡ് സേസ് ദ ചൈൽഡ് ദാറ്റ് ദ മൂൺ ഈസ് വെരി ഫാർ ആൻഡ് ടു ബിഗ് നോബഡി ക്യാൻ ക്യാച്ച് ഇറ്റ്. ഇതിൽ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ആ മൂൺ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അതുപോലെ അത് ഒരുപാട് വലുതുമാണ്, ആർക്കും അതിനെ പിടിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദ ചൈൽഡ് ഈസ് കൺവിൻസ്ഡ് ബൈ ഡാഡാസ് ആർഗ്യുമെൻറ്റ്സ്? വൈ ഓർ വൈ നോട്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ കുട്ടി ആ ഡാഡയുടെ ആർഗ്യുമെൻറ്റ്സിലെ ആ ഡാഡ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ആ കുട്ടി കൺവിൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്, അല്ലെങ്കിൽ തോന്നിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്, അതാണ് എഴുതേണ്ടത്. അപ്പോൾ എന്ത് എഴുതാം? നോ, ദ ചൈൽഡ് ഈസ് നോട്ട് കൺവിൻസ്ഡ്. ആ കുട്ടി ഒരിക്കലും കൺവിൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഹി കണ്ടിന്യൂഡ് ടു ആർഗ്യൂ ആൻഡ് ഓൾസോ കമ്പയറിങ് ദ മൂൺ ടു ദെയർ മദേഴ്സ് ഫേസ്. ആ കുട്ടി കൺവിൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വീണ്ടും ഇങ്ങനെ ആർഗ്യൂ പറയാനായിട്ട് നിൽക്കില്ലായിരുന്നു അല്ലേ. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആർഗ്യൂ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അമ്മയുടെ ഫേസുമായിട്ടൊക്കെ മൂണിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ പോയം ക്യാപ്ചർ ദ ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് ചൈൽഡ്ഹുഡ്? ക്വാട്ട് സ്പെസിഫൈ ലൈൻസ് ഫ്രം ദി പോയം ടു സപ്പോർട്ട് യുവർ ആൻസർ. ഈ പോയത്തിൽ എങ്ങനെയാണ് ബാല്യകാലത്തെ ആ ഇന്നസെൻസും ആ ഒരു ഇമാജിനേഷനും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടില്ലെന്ന് ചോദിക്കുന്നത്. ദെൻ നിങ്ങളുടെ ആൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈൻസ് എടുത്തെഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് എഴുതാം? ദി പോയം ഷോസ് ദ ചൈൽഡ്സ് പ്ലേഫുൾ ഇമാജിനേഷൻ ആൻഡ് ക്യൂരിയോസിറ്റി അല്ലേ. ഈ പോയത്തിലൂടെ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്? ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ ചൈൽഡ്ഹുഡിൻ്റെ ആ സമയത്ത് ഉണ്ടാകുന്ന പ്ലേഫുൾ ഇമാജിനേഷനും അതുപോലെ അവരുടെ ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ദ ലൈൻ when in the evening the round full moon gets entangled among the branches of the datum tree, couldn't somebody catch it? Reflects the child's minds of wonder and imagination. ഇവിടെ ഈ ഒരു പോയത്തിലുള്ള ലൈനാണ് തന്നിട്ടുള്ളത് അല്ലേ. ഈ ഒരു ലൈനിലൂടെ നമുക്ക് ആ കുട്ടിയുടെ ആ ഇമാജിനേഷൻ്റെ ആ ഒരു മൈൻഡ്, അതുപോലെ തന്നെ അത്ഭുതകരമായ ലോകത്തെ നോക്കി കാണുന്ന ആ ഒരു മൈൻഡൊക്കെ നമുക്ക് ഈ പോയത്തിലൂടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. Then fifth question, what does the conversation between the child and dada reveal about their relationship? ഇവിടെ ആ ചൈൽഡും ഡാഡയും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടല്ലോ, അതിലൂടെ അവരുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇറ്റ് ടെൽസ് us a loving relationship between the child and dada. ഇവിടെ ആ ചൈൽഡും ഡാഡയും തമ്മിലുള്ള ഒരു ലവിങ് റിലേഷൻഷിപ്പ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. Dada teases the child by calling stupid or silly person and also patiently hearing his imaginative thoughts. ഡാഡ സ്റ്റുപ്പിഡാണ്, സില്ലി ആയിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ കളിയാക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ആ കുട്ടിയുടെ ഇമാജിനേഷനിൽ വരുന്ന അതിൻ്റെ ചിന്തകളാണത് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെയൊക്കെ ക്ഷമയോടെ നിന്ന് ഡാഡ കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബോണ്ട്, ആ ഒരു റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണുന്നത്. നെക്സ്റ്റ് ലെറ്റ്സ് അപ്രീസിയേറ്റ്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. വൈ ഡസ് ദ ചൈൽഡ് കമ്പയർ ദ മൂൺ ടു ദ മദേഴ്സ് ഫേസ്? ഡു യു തിങ്ക് ദ ചൈൽഡ്സ് ലോജിക് ഈസ് മിസ്റ്റേക്കൺ ഓർ ട്രൂലി ഇൻസൈറ്റ്ഫുൾ?
എന്താ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ കുട്ടി ആ മൂണിനെ അതിൻ്റെ അമ്മയുടെ ഫേസുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? അങ്ങനെ ചിന്തിക്കുന്നത് ആ കുട്ടിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് ആയിട്ട് തെറ്റായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉൾക്കാഴ്ചയായിട്ടാണോ എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം, ദ ചൈൽഡ് കമ്പയർസ് ഇറ്റ് ബിക്കോസ് ബോത്ത് സീം ക്ലോസ് ആൻഡ് ലവിങ്. കുട്ടി അങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ളത് അവനിക്ക് ഇത് രണ്ടും എന്തായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടല്ലേ, അവനോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളതും അതുപോലെ ഒരുപാട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ചൈൽഡ്സ് ലോജിക് ഈസ് ഇൻസൈറ്റ്ഫുൾ. ഇവിടെ കുട്ടിയുടെ ലോജിക് എന്ന് പറയുന്നത് എന്താ, ഇൻസൈറ്റ്ഫുൾ ആണ് അല്ലേ, ഉൾക്കാഴ്ച നിറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഷോസ് ഹിസ് തോട്ട്ഫുൾ ആൻഡ് ഇന്നസെന്റ് ഇമാജിനേഷൻ. ആൻഡ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ, കുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ചിന്താരീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമാജിനേഷൻ ഒക്കെയാണ് കാണിച്ചു തരുന്നത് അല്ലേ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ ബിറ്റ്വീൻ ദി ചൈൽഡ് ആൻഡ് ഡാഡ. ചൈൽഡും ഡാഡയും തമ്മിലുള്ള അവരുടെ ആ രണ്ട് പേരുടെയും കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്നത്. വിച്ച് പെർസ്പെക്റ്റീവ് അപ്പിയേഴ്സ് മോർ കൺവിൻസിങ് ടു യു, വൈ? ഇതിൽ ആരുടെ പെർസ്പെക്റ്റീവ് ആണ് അല്ലേ, ആരുടെ കാഴ്ചപ്പാടാണ് എന്താ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ തോന്നിയിട്ടുള്ളത്? ദെൻ വൈ, എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. സോ എന്ത് എഴുതാം, ദ ചൈൽഡ് സീസ് ദ വേൾഡ് വിത്ത് ഇമാജിനേഷൻ ആൻഡ് വണ്ടർ. ആ കുട്ടി ഈ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ ഒരു ഇമാജിനേഷനിലൂടെ അല്ലെങ്കിൽ അത്ഭുതത്തോടെയാണ് നോക്കി കാണുന്നത്. വൈൽ ഡാഡ സീസ് ഇറ്റ് ത്രൂ ലോജിക് ആൻഡ് സയൻസ്. പക്ഷെ ഡാഡ ഈ ലോകത്തെ കാണുന്നത് സയൻസും ലോജിക്കും ഒക്കെ വെച്ചിട്ടാണ് അല്ലേ. ഡാഡാസ് പെർസ്പെക്റ്റീവ് ഈസ് കറക്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ട്രൂ. ഡാഡയുടെ പെർസ്പെക്റ്റീവ് ആണ് കറക്റ്റ് അല്ലേ, കാരണം അതാണ് സത്യമായിട്ടുള്ളത്. നോ വൺ ക്യാൻ ക്യാച്ച് ദ മൂൺ അല്ലേ. ഡാഡയുടെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു, ആർക്കും മൂണിനെ പിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവാണ് ശരിക്കും സത്യമായിട്ടുള്ളത്. ചൈൽഡ്സ് പെർസ്പെക്റ്റീവ് ഷോസ് ക്യൂരിയോസിറ്റി, ഇന്നസെൻസ് ആൻഡ് ഇമാജിനേഷൻ ഓഫ് ചൈൽഡ്ഹുഡ്. ആ കുട്ടിയുടെ പെർസ്പെക്റ്റീവ്, ആ കുട്ടിയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കുട്ടിയുടെ ആ ഒരു ക്യൂരിയോസിറ്റി, അതിൻ്റെ ആ ഒരു നിഷ്കളങ്കത്വം, അതുപോലെ ഈ ബാല്യകാലത്തുണ്ടാകുന്ന ആ ഒരു ഇമാജിനേഷൻ, അതൊക്കെയാണ് ഇവിടെ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ കാണിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ ദി പോയം വി ലിസൺ ടു ദ ഇന്നസെൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് എ ചൈൽഡ് ഓൺ ദി വേൾഡ് അറൗണ്ട് ഇറ്റ്. ഈ പോയത്തിൽ നമ്മൾ എന്താ കണ്ടേ, ആ ഒരു കുട്ടിയിലെ അതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ലോകത്തെക്കുറിച്ചുള്ള ആ കുട്ടിയുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളതിൽ കണ്ടേ. ഹിയർ ഈസ് ദ ട്രാൻസ്ക്രിപ്റ്റ് of a conversation between a child and its father. You may read it and try to fill in the gaps. ഇനി ഇവിടെ അതുപോലെയുള്ളൊരു കുട്ടിയും അതിൻ്റെ ഫാദറും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് തന്നിട്ടില്ലേ, അത് വായിച്ച് നോക്കി ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എന്താ, ചൈൽഡ്, ഐ ഓൾവേസ് വണ്ടർ ഡാഡ്, വൈ ഡു ദ വേവ്സ് ഓഫ് ദ സീ ലാഷ് ഔട്ട് എൻഡ്ലെസ്ലി, ഡോണ്ട് ദേ ഗെറ്റ് ടയേർഡ്? എന്താ പറയുന്നത്, ഡാഡ്, ഞാൻ അത്ഭുതപ്പെടുന്നുണ്ട് എന്ത് കണ്ടിട്ടാ, ഈ വേവ്സ് അല്ലേ, ഈ കടലിലെ ഈ തിരമാലകൾ എന്താ ഇങ്ങനെ എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അവ ഒരിക്കലും ടയേർഡ് ആകാറില്ലേ എന്ന് ചോദിക്കുക അല്ലേ. അവർക്കൊന്നും ക്ഷീണം വരൂലേ, ഇങ്ങനെ തിരങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതാ ചോദിക്കുന്നത്. അപ്പോൾ ഡാഡ് എന്താ ആൻസർ പറഞ്ഞിട്ടുണ്ടാവുക, ദ വേവ്സ് മൂവ്ഡ് ബൈ ദ ബ്ലോയിങ് ഓഫ് വിൻഡ് ഓവർ ദ വാട്ടർ എന്താ പറയുന്നത്. സോ ദേ നെവർ ഗെറ്റ് ടയേർഡ്. ഈ വേവ്സ് തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ വെള്ളത്തിന് മുകളിലൂടെയുള്ള ആ കാറ്റിൻ്റെ ഒരു കാറ്റ് വീശുന്നതിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ചാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവ ഒരിക്കലും ടയേർഡ് ആകില്ല എന്ന് ഡാഡ് പറയാം. ദെൻ ചൈൽഡ്, ക്യാൻ വി സ്റ്റോപ്പ് ദ വേവ്സ്? നമുക്ക് ഈ വേവ്സ്, ഈ തിരമാലകൾ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കണം. അപ്പോൾ ഡാഡ് എന്താ പറയുന്നത്, നോ വി കനോട്ട്, ഒരിക്കലും നമുക്ക് കഴിയില്ല. ബിക്കോസ് വേവ്സ് ആർ പവർഫുൾ ആൻഡ് കോൺസ്റ്റൻറ്റ്. വേവ്സ് എന്ന് പറയുന്നത് എന്താ, ഭയങ്കര പവർഫുളും കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. ദെൻ ചൈൽഡ് എന്താ പറയുന്നത്, ദി പവർ ഓഫ് ദി വേർബ്സ് ഈസ് ഓഫ് നോ യൂസ്. ദെൻ എന്താ, ഈ തിരമാലകളുടെ പവർ കൊണ്ടൊന്നും ഒരു ഉപയോഗവും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇത്തിര എന്നൊക്കെ ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഡാഡ് എന്താ പറയുന്നത്, ബേബി, സയൻസ് മേ ഹെൽപ്പ് ആസ് ടു യൂസ് ഇറ്റ്സ് പവർ ഫോർ അവർ നീഡ്സ്. ബേബി എന്താ, സയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്തിന്, ഇതിൻ്റെ പവർ അല്ലേ, ഈ വേവ്സിൻ്റെ പവർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാം. ഇനി ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഹാവ് ഫൺ ജനറേറ്റിംഗ് ഇമേജസ് വിത്ത് AI പ്രോംപ്റ്റ്. നമുക്ക് AI പ്രോംപ്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചിത്രങ്ങൾ നിർമ്മിക്കുക എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്, ഫോർ AI ടു ഡ്രോ ആൻ ഇമേജ് വി നീഡ് ടു ഗിവ് ഇറ്റ് എ പ്രോംപ്റ്റ്.
നമ്മൾ AI ഉപയോഗിച്ച് ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോംപ്റ്റ് അവർക്ക് കൊടുക്കണം. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദേശം അല്ലേ? എ പ്രോംപ്റ്റ് ഈസ് ലൈക്ക് എ മാജിക് സ്പെൽ. പ്രോംപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാജിക് സ്പെല്ലാണ്, ഒരു മാന്ത്രിക മന്ത്രം പോലെയാണ്. വെർ വി യൂസ് വേർഡ്സ് ടു ഡിസ്ക്രൈബ് ദ ഇമേജ് വി വാണ്ട് ടു ക്രിയേറ്റ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ചിത്രം ഉണ്ടാവുമല്ലോ, ആ ഒരു ചിത്രത്തെ വാക്കുകൾ കൊണ്ട് നമ്മൾ വിവരിച്ച് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇഫ് വി പ്രൊവൈഡ് ദ പ്രോംപ്റ്റ് എ ബോയ് ഇൻ എ വില്ലേജ് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർസ്. ഒരു വില്ലേജിലുള്ള ഒരു കുട്ടി എന്താ? നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആ ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ആ ഒരു നിർദ്ദേശം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ദി AI വിൽ ട്രൈ ടു ജനറേറ്റ് ദ ഇമേജ്. AI നമുക്ക് ആ ഒരു ചിത്രം അല്ലേ, ആ വില്ലേജിലെ ഒരു ആൺകുട്ടി നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുന്ന ആ ഒരു ചിത്രം നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും, നിർമ്മിച്ചു തരും എന്നാണ് പറയുന്നത്. ദെൻ നൗ ഇറ്റ്സ് യുവർ ടേൺ. തിങ്ക് അബൌട്ട് ദ പോയം യു ഹാവ് ജസ്റ്റ് റീഡ്. വാട്ട് സീൻ വുഡ് യു ലൈക്ക് ടു റീക്രിയേറ്റ്? ഈസ് ഇറ്റ് ദാറ്റ് എ ചൈൽഡ് ലുക്കിംഗ് അറ്റ് ദ മൂൺ? ലെറ്റ്സ് നൗ ക്രിയേറ്റ് സം പ്രോംപ്റ്റ്സ് ഫോർ ഇമേജസ്. ഇപ്പം നമ്മൾ പഠിച്ച ഒരു പോയം ഉണ്ടല്ലോ, അതൊന്ന് ആലോചിക്കാനാണ് പറയുന്നത്. ദെൻ അതിൽ ഏത് സീനാണ് നിങ്ങൾക്ക് വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ളത്? ദെൻ ആ കുട്ടി ആ മൂണിനെ അല്ലേ, ആ ഒരു ചന്ദ്രനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണോ? ലെറ്റ്സ് നൗ ക്രിയേറ്റ് സം പ്രോംപ്റ്റ്സ് ഫോർ ഇമേജസ്. ഇനി നമുക്ക് കുറച്ച് പിക്ചേഴ്സ്, കുറച്ച് ചിത്രങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റുകൾ തയ്യാറാക്കാമെന്നാണ് പറയുന്നത്. പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു നിർദ്ദേശം അല്ലേ. ദെൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്റ്റെപ്പ് 1 എന്താണ്? ലോഗ് ഓൺ ടു ദ ഇൻ്റർനെറ്റ്, ഓപ്പൺ എനി വെബ് ബ്രൗസർ ആപ്ലിക്കേഷൻ. എന്ത് ചെയ്യാം? ഇൻ്റർനെറ്റിൽ ലോഗോൺ ചെയ്യുക. ദെൻ അതിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ദെൻ സ്റ്റെപ്പ് 2 എന്താ? ഇൻ ദ അഡ്രസ് ബാർ ഓഫ് ദി ബ്രൗസർ ടൈപ്പ് ദ URL ഓഫ് ആൻ AI ആപ്പ് ദാറ്റ് കൺവേർട്സ് ടെക്സ്റ്റ് ടു ഇമേജസ്. ഇഫ് ദ ആപ്പ് റിക്വയർസ് സൈൻ അപ്പ് ഓർ ലോഗിൻ, കംപ്ലീറ്റ് ദ പ്രോസസ്. ദെൻ ആ ബ്രൗസറിലെ അഡ്രസ് ബാർ എടുക്കുക. ദെൻ അതിലെന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ AI യൂസ് ചെയ്ത് എന്താ ടെക്സ്റ്റുകളെ ചിത്രങ്ങളാക്കി മാറ്റുന്ന ഏതെങ്കിലും ആപ്പ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിൻ്റെ URL അടിച്ചു കൊടുക്കുക. ദെൻ അതിൽ സൈനപ്പ് ചെയ്യാനോ ലോഗിൻ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ജെമിനി AI എന്ന് പറഞ്ഞിട്ട് അതിൽ ഇതുപോലെയുള്ള പ്രോംപ്റ്റുകളൊക്കെ കൊടുത്ത് ഒരുപാട് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ളതാണല്ലേ. അപ്പോൾ ആ രീതി തന്നെയാണ് ഇവിടെയും പറയുന്നത്. സ്റ്റെപ്പ് 3 ദെൻ നാവിഗേറ്റ് ടു ദ പേജ് ഫോർ ടെക്സ്റ്റ് ടു ഇമേജ് കൺവേർഷൻ. ദെൻ എന്ത് ചെയ്യാം? നമ്മൾ ആ ഒരു ആപ്പിൽ സൈൻ ഇൻ ചെയ്ത് ആ ടെക്സ്റ്റ് ഇമേജ് ആക്കി മാറ്റുന്ന ആ ഒരു ഇതിലേക്ക് എത്തിച്ചേരാനാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ആണ്. ഇൻ ദ പ്രോംപ്റ്റ് ടെക്സ്റ്റ് ബോക്സ് എൻ്റർ യുവർ പ്രോംപ്റ്റ് ഇൻ ഫ്രേസസ് ഓർ സെൻറ്റൻസസ്. ഫോർ എക്സാമ്പിൾ യു കുഡ് ടൈപ്പ് എ ബോയ് ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർസ്. ദെൻ അവിടെ നമുക്ക് എന്ത് കാണാം? നമുക്ക് പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാനുള്ളൊരു ടെക്സ്റ്റ് ബോക്സ് കാണാം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് എന്ത് ചിത്രമാണോ വേണ്ടത് അതിന് വേണ്ട പ്രോംപ്റ്റ് അവിടെ അടിച്ചു കൊടുക്കുക. നമ്മൾ മുകളിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതുപോലെ. ദെൻ സ്റ്റെപ്പ് 5 എന്താണ്? ദ സിസ്റ്റം വിൽ ജനറേറ്റ് ദ ഇമേജ് ഫോർ യു. ദെൻ അങ്ങനെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പിക്ചർ നമ്മൾ അടിച്ചു കൊടുത്ത ആ ഒരു രീതിയിലുള്ള ആ ചിത്രം നമുക്ക് കിട്ടും. ദ ഇമേജ് ഓൺ യുവർ സ്ക്രീൻ ഷുഡ് ഫിറ്റ് യുവർ പ്രോംപ്റ്റ്. സേവ് ദ ഇമേജ് ഇൻ എ ഫോൾഡർ ഓൺ ദി കമ്പ്യൂട്ടർ. ഇതിന് എന്ത് ചെയ്യാം? ആ ഒരു ഇമേജ് നിങ്ങൾ അടിച്ചു കൊടുത്ത പ്രോംപ്റ്റിന് കറക്റ്റായിട്ട് ഫിറ്റായിട്ടുള്ളത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ദെൻ അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കമ്പ്യൂട്ടർ ഫോൾഡറിലേക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് AI യൂസ് ചെയ്ത് ചിത്രങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും അല്ലേ. ആൻഡ് ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഗിവ് അനദർ പ്രോംപ്റ്റ് മേക്കിംഗ് യുവർ നീഡ്സ് ക്ലിയറർ. ദെൻ നിങ്ങൾ ആ ഒരു പിക്ചറിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ പുതിയ ചിത്രങ്ങളാക്കി മാറ്റിയെടുക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ടെക്സ്റ്റ് പ്രോംപ്റ്റ് വിൽ ജനറേറ്റ് ദ ഇമേജ് ബിലോ, റൈറ്റ് ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇപ്പോൾ നമ്മൾ പ്രോംപ്റ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ ഒരു പിക്ചർ ജനറേറ്റ് ചെയ്യാൻ അല്ലേ, ആ ഒരു ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ്, എന്ത് പ്രോംപ്റ്റാണ് അതിന് നമ്മൾ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ അതിലെന്താണോ ആ ചിത്രത്തിൽ തന്നിട്ടുള്ളത് അതിൽ ഓരോ കാര്യങ്ങളും അതിൽ കളറ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്പെഷ്യലായിട്ട് എടുത്ത് അതിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്. എ സ്മോൾ ബോയ് വിത്ത് കേളി ഹെയർ വിയറിങ് ആൻ ഓറഞ്ച് ടീ-ഷർട്ട് സ്റ്റാൻഡിങ് നിയർ എ വിൻഡോ ലുക്കിംഗ് ഔട്ട് ടു ദ കളർഫുൾ ലാൻഡ്സ്കേപ്പ്. എന്താണ് ഇവിടെ? ഒരു ചെറിയ ബോയ് അല്ലേ, എന്താ അതിന് കേളി ഹെയർ ആണ് അല്ലേ, ചുരുണ്ട മുടിയുള്ള ഒരു കുട്ടി ഓറഞ്ച് ടീ-ഷർട്ടൊക്കെ ഇട്ട് ജനലരികിൽ നിന്ന് താഴെയുള്ള ലാൻഡ്സ്കേപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട്സൈഡ് ദി ഹോം ടോൾ ഗ്രീൻ പാം ട്രീസ്
എ റെഡ് റൂഫ്ഡ് ഹട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ ആൻഡ് കളർഫുൾ സൺസെറ്റ് ഇൻ ദ സ്കൈ വിത്ത് മിക്സ് ഓഫ് ഓറഞ്ച് ആൻഡ് ബ്ലൂ കളർ. എന്താ എഴുതിയിട്ടുള്ളത്? വീടിന് പുറത്തായിട്ട് ആ കുട്ടി കാണുന്ന കാഴ്ചകളാണ് അല്ലേ. നല്ല നീളമുള്ള എന്തുണ്ട്, പനമരങ്ങളുണ്ട്. ദെൻ റെഡ് മേൽക്കൂരയൊക്കെയുള്ള എന്തുണ്ട്, ഒരു ചെറിയ കുടിലുണ്ട്. അതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റാണ് അവിടെ കാണുന്നത് അല്ലേ. ഒരു ഓറഞ്ചും ബ്ലൂ കളറൊക്കെ മിക്സ് ആയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കേണ്ട പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 1, പസിൽ പവർ. ബൂസ്റ്റ് യുവർ ബ്രെയിൻ, വൺ ഹാസ് ബിൻ ആൻഡ് ഫോർ യു. ഒരു പസിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ, ഈ പസിലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ താഴെ തന്നിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ച്, സൂചനകൾ ഉപയോഗിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്രോസ് ആയിട്ട് വരുന്നത്, എക്രോസ് എന്ന് വെച്ചാൽ എന്താ, നേരേക്ക് വരുന്ന ആൻസേഴ്സ് അല്ലേ. അതിൽ എക്രോസ് വരുന്നത് നോക്കാം. എക്രോസ് എന്ന് വെച്ചാൽ നേരെ വരുന്നത് അല്ലേ. അപ്പോൾ അതിൽ മൂന്നാമത്തത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ സയൻറ്റിസ്റ്റ് ഹു സ്റ്റഡീസ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി സൺ, ദി സ്റ്റാർസ്, ദി പ്ലാനറ്റ്സ് ആൻഡ് ദി കോസ്മോസ്. എന്താണ്, സണ്ണിൻ്റെ, സ്റ്റാർസിൻ്റെ അതുപോലെ പ്ലാനറ്റ്സിൻ്റെ ഒക്കെ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റുകളെ നമ്മൾ എന്താ പറയുകയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ആസ്ട്രോണമർ അല്ല വരുന്നത്, ആസ്ട്രോഫിസിസിസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്രോസ് വരുന്നത് തന്നെ. അതിൽ 5, ദി ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ആൻ എർത്ത് ക്വൈക്ക്. ഒരു എർത്ത് ക്വൈക്കിൻ്റെ അല്ലേ, ഒരു ഭൂമി കുലുക്കത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം. അതെന്താ, നമ്മൾ എൻജിൻ ട്രബിൾ എന്ന് പറയുന്ന സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു അതിന് പറയുക, റിവേർബറേഷൻ എന്നാണ് പറയുക അല്ലേ. ഒരു മുഴക്കം അല്ലെങ്കിൽ ഒരു പ്രതിധ്വനി. അപ്പോൾ അതാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് 6 ആണ് അല്ലേ. 6 എന്താ ക്വസ്റ്റ്യൻ, നോയ്സി ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ. എന്താ, ഭയങ്കര ബഹളമയമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഭയങ്കര ശബ്ദമൊക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അതിന് നമ്മൾ എന്താ പറയുക, ഇത് നമ്മൾ എൻജിൻ ട്രബിളിൽ വന്നിട്ടുള്ളതാണ് അല്ലേ. പാൻഡെമോണിയം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഭയങ്കര കോലാഹലം സൃഷ്ടിച്ചു എന്ന്. അപ്പോൾ ആ ഒരു വേർഡ് അതാണ് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ഡൗൺ ആണല്ലേ, താഴേക്ക് വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് സെർച്ച്. സെർച്ച് എന്ന് വെച്ചാൽ തിരയുക എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വേർഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് പേഴ്സ്യൂട്ട് എന്ന് അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് ആൻ എലഫൻറ്റ്സ് കോൾ. ഒരു എലിഫൻറ്റിൻ്റെ കോള് അല്ലെങ്കിൽ ഒരു എലിഫൻറ്റിൻ്റെ ശബ്ദത്തെ നമ്മൾ എന്താ പറയുക, അത് ആ ചിഹ്നം വിളിക്കുന്നതിനെ നമ്മൾ ട്രംപറ്റ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അതിവിടെ കൊടുക്കാം. ദെൻ തേർഡ് വരുന്നത് എ സയൻറ്റിസ്റ്റ് ഹു സ്റ്റഡീസ് ദ സൺ, ദ സ്റ്റാർസ്, ദ പ്ലാനറ്റ്സ് ആൻഡ് ദ ഗാലക്സീസ്. എന്താണ്, ഒരു സയൻറ്റിസ്റ്റ് ആണ് അല്ലേ. അത് എന്തിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റാണ്, സണ്ണിനെ കുറിച്ച്, സ്റ്റാർസിനെ കുറിച്ച്, അതുപോലെ ഗ്രഹങ്ങളെക്കുറിച്ച്, ഗാലക്സീസിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു സയൻറ്റിസ്റ്റ്. അതിനെ നമ്മൾ എന്താ പറയാം, നമ്മൾ ഈ പോയത്തിൽ പറഞ്ഞത് തന്നെയാണ് അല്ലേ, ആസ്ട്രോണമർ എന്നാ പറയാം. അപ്പോൾ അത് കൊടുക്കാം. നെക്സ്റ്റ് 4th വൺ, മണി ഓൺ ടു സം വൺ. എന്താ, വേറെ ആർക്കെങ്കിലും കൊടുക്കാനുള്ള പൈസ, അതിനെ നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ കടം, അതിനെ നമ്മൾ ഡെപ്റ്റ് എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അതിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണിത് ഫില്ല് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി 2, ലെറ്റ്സ് ട്രൈ ടു ഗ്രാസ്പ് ദ മീനിങ് ഓഫ് വേർഡ്സ് ഇൻ എ ക്രിയേറ്റീവ് വേ. We can draw symbol sentences from the story and include dialogue or conversation using words from the passage like wobble, desperate, huge, showman, etc. ഇവിടെ എന്താ, നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ ചില വേർഡ്സ് അല്ലേ, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ വേർഡുകൾ യൂസ് ചെയ്തിട്ട് ഇവിടെ തന്നിരിക്കുന്ന പോലെ എന്താ, വോബിൾ, ഡെസ്പറേറ്റ്, ഹ്യൂജ്, ഷോമൻ എന്നുള്ളൊക്കെ വാക്കുകളുണ്ടല്ലോ, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ സീൻ പോലെ ഒരു സിമ്പിൾ സീന് എഴുതാം. അതിൽ എന്ത് ചെയ്യാം, ഇവിടെ പറഞ്ഞ പോലെ ഇതിലേതെങ്കിലും ഒരു വേർഡിനെ അതിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷോമാൻ എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചിട്ട് ഒരു സീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ദി പ്രൈസ് അനൗൺസ്മെൻറ്റ് എന്ന് എഴുതിയിട്ടുള്ള ഒരു സീന്. ദെൻ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നൗ ക്രിയേറ്റ് സിറ്റുവേഷൻസ് ടു റീഇൻഫോഴ്സ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേർഡ് ലൈക്ക് വോബിൾ, ഡെസ്പറേറ്റ്, ഹ്യൂജ് എക്സെട്ര. ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സീന്, സിമ്പിളായിട്ടുള്ള സീന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഈ വാക്കുകളുടെയൊക്കെ മീനിങ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഏതാ, ഹ്യൂജ് എന്ന് പറയുന്ന വേർഡ് വെച്ചാണ്. അപ്പോൾ എന്ത് ചെയ്താം, സീന് നമുക്ക് എ ഫെസ്റ്റിവൽ ഗ്രൗണ്ട് ഫുള്ളി ഫിൽഡ് വിത്ത് ക്രൗഡ് അല്ലേ, ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു ഫെസ്റ്റിവൽ ഗ്രൗണ്ട്, ഒരു പരിപാടി നടക്കുന്ന ഗ്രൗണ്ട്. ദെൻ ഡയലോഗ് എന്ത് എഴുതാം, മനു ലുക്ക് അറ്റ് ദ ഗ്രൗണ്ട് ദർ ഇസ് എ ഹ്യൂജ് ക്രൗഡ്. ഗ്രൗണ്ടിലേക്ക് നോക്കൂ, അവിടെ എന്താ ഒരു വലിയ ജനക്കൂട്ടം എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഹ്യൂജ് എന്ന് പറയുന്ന വേർഡ് വന്നു. ദെൻ നെക്സ്റ്റ് ശിവ എന്താ പറയുന്നത്, യെസ് ദേ ആർ വെയിറ്റിംഗ് ടു റൈഡ് ഓൺ ദ ഹ്യൂജ് ജെയിൻറ്റ് വീൽ. എന്താ പറയുന്നത്, ആ വലിയ ആ ജെയിൻറ്റ് വീല് അതിൽ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയണം. അപ്പോൾ ഇവിടെ ഹ്യൂജ് എന്ന് പറയുന്ന വേർഡ് വന്നല്ലോ. ഇതുപോലെ
ബാക്കിയുള്ള വേർഡ്സ് വെച്ച് നിങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് ആൻഡ് ഒബ്സർവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. താഴെ തന്നിരിക്കുന്ന സെന്റൻസുകൾ നോക്കുക, എന്നിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കാനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സെന്റൻസ്? ദി നെറേറ്റർ ലുക്സ് അറ്റ് ദ റോഡ് എൻഡ്സ് ഇൻ എവറി മോർണിംഗ്. നെറേറ്റർ എന്ത് ചെയ്യും? എല്ലാ ദിവസവും രാവിലെ ആ റോഡ് എൻഡിനേക്ക് ഇങ്ങനെ നോക്കും എന്നാ പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം തന്നിട്ടില്ലേ. ദെൻ സെക്കൻഡ് വരുന്നത് ദി നെറേറ്റർ ഈസ് ലുക്കിംഗ് അറ്റ് ദ റോഡ് എൻജിൻ റൈറ്റ് നൗ. നെറേറ്റർ ഇപ്പോൾ റൈറ്റ് നൗ എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ എന്താ ചെയ്യുന്നത്? റോഡ് എൻജിനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് പറഞ്ഞിട്ടുള്ളത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് സെൻറ്റൻസസ്? ഈ സെൻറ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത് അതന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണല്ലേ. എന്ന് വെച്ചാൽ ഫസ്റ്റ് സെൻറ്റൻസ് എന്താ? ഒരു ഹാബിറ്റിനെയാണ്, ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഡിസ്ക്രൈബ്സ് എ ഹാബിറ്റ്. ദെൻ സെക്കൻഡ് സെൻറ്റൻസ് എന്താ? സെക്കൻഡ് സെൻറ്റൻസ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ഹാപ്പനിങ് റൈറ്റ് നൗ. ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് സെക്കൻഡ് സെൻറ്റൻസിൽ ചെയ്തിട്ടുള്ളത്. വെൻ ഡസ് ദ ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് ആൻഡ് വെൻ ഡസ് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ്. സെക്കൻഡ് സെൻറ്റൻസിലും ഫസ്റ്റ് സെൻറ്റൻസിലും ഒക്കെ ഈ കാര്യങ്ങൾ നടക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എപ്പോഴാണ്? ഫസ്റ്റ് സെൻറ്റൻസിൽ എവറി മോർണിംഗ് ആണല്ലേ, എല്ലാ ദിവസവും രാവിലെ. സെക്കൻഡ് സെൻറ്റൻസിൽ റൈറ്റ് നൗ എന്ന് വെച്ചാൽ ആ ചെയ്യുന്ന ആ ഒരു പറയുന്ന ഒരു ടൈമിൽ അല്ലേ, അപ്പം നടക്കുന്നതാണ് പറഞ്ഞിട്ടില്ലേ. ദെൻ ദി ഫസ്റ്റ് സെൻറ്റൻസ് ടോക്സ് അബൌട്ട് എ ഹാബിച്വൽ ആക്ഷൻ അബൌട്ട് സംതിങ് ഇൻ ജനറൽ ഓർ തിങ്സ് ദാറ്റ് ഹാപ്പൻ റിപ്പീറ്റഡ്ലി അറ്റ് ദ സെയിം ടൈം എവറി ഡേ. ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ് അല്ലേ. നമ്മൾ എന്താ ഒരു ശീലം അല്ലെങ്കിൽ നമ്മൾ ഹാബിറ്റായിട്ട് സ്ഥിരമായിട്ട് ഒരു ദിവസം ചെയ്യുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ, നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും ചെയ്യുന്ന മസ്റ്റായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇതിനൊക്കെ നമുക്ക് ഹാബിറ്റ് എന്ന് പറയാം. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം എന്താ? ഇത് നിങ്ങളുടെ ഹാബിറ്റാണ്. ദെൻ ദി സെക്കൻഡ് സെൻറ്റൻസ് ഡിസ്ക്രൈബ്സ് ആൻ ആക്ഷൻ ഹാപ്പനിങ് അറ്റ് ദ പ്രസന്റ് മൊമെന്റ്. പക്ഷെ സെക്കൻഡ് സെൻറ്റൻസിൽ എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ പ്രസന്റ് മൊമെന്റിൽ നടക്കുന്ന കാര്യങ്ങളില്ലേ, എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസന്റിൽ നമ്മൾ ഈ പറയുന്ന സമയത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ, അതിനെ പറയുന്നതാണ് ഈ സെക്കൻഡ് സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് അറേഞ്ച് ദം സ്യൂട്ടബിളി ഇൻ ദ ടേബിൾ ഗിവൺ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, താഴെയുള്ള ടേബിളിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ടേബിളിൽ ഒരു സൈഡിൽ എന്താ തന്നിട്ടില്ലേ? ഹാബിച്വൽ ആക്ഷൻസ് ഇൻ ദ പ്രസൻറ്റ് ടൈം. പ്രസൻറ്റിൽ നടക്കുന്ന എന്തെങ്കിലും ഹാബിച്വൽ ആക്ഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞില്ലേ, സ്ഥിരമായിട്ടുള്ള ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അത് വേണം ഫസ്റ്റ് കോളത്തിൽ. ദെൻ സെക്കൻഡ് കോളത്തിൽ ആക്ഷൻസ് ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ അല്ലെങ്കിൽ റൈറ്റ് നൗ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയുന്ന സെൻറ്റൻസുകൾ സെക്കൻഡ് ബോക്സിൽ എഴുതാം. ദെൻ ഓരോ സെൻറ്റൻസുകളായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് ദി വാട്ടർ ഈസ് ബോയിലിംഗ് അല്ലേ, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താ? ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് ഏതിൽ കൊടുക്കാം? സെക്കൻഡ് കോളത്തിൽ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഷി ഗെറ്റ്സ് അപ്പ് ഏർലി എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ അവൾ നേരത്തെ എഴുന്നേൽക്കുന്ന പറയുന്നത്. അപ്പോൾ എന്താ? അതൊരു ഹാബിറ്റാണ്, എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് ഏതിലെഴുതും? ഫസ്റ്റ് കോളത്തിൽ വേണം കൊടുക്കാൻ. ദെൻ നെക്സ്റ്റ് ദേ ആർ ഗോയിങ് ടു സ്കൂൾ നൗ. അവർ ഇപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്. നൗ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാതെ എന്താ? ഇപ്പോൾ നടക്കുന്ന പ്രസൻറ്റിൽ നടക്കുന്ന കാര്യമാണ്. സോ അത് ഏതിലെഴുതും? സെക്കൻഡ് കോളത്തിൽ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വി ലിവ് ഇൻ എ സ്മോൾ ടൗൺ. ഞങ്ങൾ ഒരു ചെറിയ ടൗണിലാണ് താമസിക്കുന്നത്. അതെന്താ? അതൊരു ഹാബിറ്റുള്ള വരിക അല്ലേ, സ്ഥിരമായിട്ട് അവിടെയാണ് താമസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഈസ് റൈനിങ് ഹെവിലി ഔട്ട്സൈഡ്. പുറത്ത് നന്നായി മഴ പെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏതിൽ വരും? യെസ്, ഇത് സെക്കൻഡ് കോളത്തിലാണ് വരും അല്ലേ, അല്ലാതെ ഇതൊരു ഹാബിറ്റൊന്നും അല്ലല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നത് ദേ ഗോ ടു ദ സീ സൈഡ് ഓൺ വീക്കെൻഡ്സ്. വീക്കെൻഡ്സിൽ അവരെന്ത് ചെയ്യും? സീ സൈഡിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാ വീക്കെൻഡ്സിലും ചെയ്യുന്നത്. അപ്പോൾ അതൊരു ശീലമാണ്. അപ്പോൾ ഏത് വരും? ഹാബിച്വൽ ആക്ഷൻസിൽ ഫസ്റ്റ് കോളത്തിൽ വരും. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ കണ്ടല്ലോ. അപ്പോൾ അതിലുള്ള വെർബുകൾ ഇവിടെ ബ്രാക്കറ്റിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ സെൻറ്റൻസിലേക്ക് മാച്ചായിട്ട് ഏത് വെർബാണോ എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റ് ഫോം വേണോ അതോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം ആണോ വേണ്ടത് എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതുക. ഓക്കെ. അപ്പോൾ ഇവിടെ റീതു ഹെൽപ്പ് ഹെർ ക്ലാസ്മേറ്റ്സ് വിത്ത് ദെയർ ഹോംവർക്ക് എവറി ഡേ എന്ന് തന്നിട്ടുള്ളത് അല്ലേ. എന്ന് വെച്ചാൽ റീതു ഹോംവർക്ക് ചെയ്യാനായിട്ട് അവളുടെ ക്ലാസ്മേറ്റ്സിനെ എല്ലാ ദിവസവും ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻസിന് നമ്മൾ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? സിമ്പിൾ പ്രസൻറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഹെൽപ്സ് എന്നാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ എസ് എന്തുകൊണ്ടാണ് അവിടെ വന്നത്? നമുക്കറിയാം സിംഗിളായിട്ടുള്ള ഇവിടെ റീതു എന്ന് പറയുന്നത് സിംഗിളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എസ് ഫോം യൂസ് ചെയ്യണം. ദ നെക്സ്റ്റ് വി യൂഷ്വലി ഡാഷ് അവർ ലഞ്ച് വിത്ത് ഫ്രണ്ട്സ് ഹു ഫോർഗെറ്റ് ടു ബ്രിങ് ദെയേഴ്സ്.
എന്താ ലഞ്ച് കൊണ്ടുവരാൻ മറന്നിട്ടുള്ള ഫ്രണ്ട്സിന് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളുടെ ലഞ്ചും കൂടി ഷെയർ ചെയ്യാറുണ്ട് സ്ഥിരമായിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ഒരു ഹാബിറ്റാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഷെയർ എന്ന് നമ്മൾ ഷെയർ എന്ന് അതുപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ ഷെയറിൻ്റെ കൂടെ എസ് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ എന്താ വി എന്ന് പറയുന്നത് എന്താ സിംഗിൾ അല്ല. വി എന്ന് പറയുമ്പോൾ അതെന്താ പ്ലൂരൽ ഫോമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ എസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് വരുന്നത് നൗ ദേ പ്ലാൻ ട്രീസ് ഇൻ ദ പാർക്ക് ടു മേക്ക് ദെയർ നൈബർഹുഡ് ഗ്രീനർ. അവരുടെ നൈബർഹുഡ് ഗ്രീനർ ആക്കാൻ, ആകെ പച്ചപ്പ് നിറയ്ക്കുന്നതാക്കാൻ വേണ്ടിയിട്ട് അവരവിടെ എന്താ ചെയ്യുന്നത്, ആ പാർക്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, പ്ലാന്റ് എന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, അത് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് വേണം. അപ്പോൾ എന്ത് ചെയ്യണം, ING ഫോം യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ നോ ദേ ആർ പ്ലാന്റിങ് എന്നാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഐ പ്രിപ്പയർ എ താങ്ക് യു കാർഡ് ഫോർ മൈ ടീച്ചർ റൈറ്റ് നൗ. ഞാനിപ്പോൾ എൻ്റെ ടീച്ചർക്ക് ഒരു താങ്ക് യു കാർഡ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഇവിടെ ING ഫോം വരുന്ന കണ്ടിന്യൂസ് ടെൻസ് വേണം. അപ്പോൾ ഐ ആം പ്രിപ്പയറിങ് വേണം എഴുതാൻ. ദെൻ ദേ വളണ്ടിയർ അറ്റ് ആൻ ഓർഫനേജ് എവറി സമ്മർ വെക്കേഷൻ. എല്ലാ സമ്മർ വെക്കേഷനും അവർ എന്ത് ചെയ്യാറുണ്ട്, ഒരു ഓർഫനേജിൽ വളണ്ടിയേഴ്സ് ആവാറുണ്ട് അല്ലേ. അവിടെ നോക്കി നടത്താറുണ്ട്, അവിടുത്തെ പ്രവർത്തകരാവാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ, ഇവർ ഒരു ഹാബിറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്താൽ മതി, വളണ്ടിയർ എന്ന് തന്നെ എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ ദേ എന്ന് പറയുന്നത് പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ വളണ്ടിയർ എന്ന് തന്നെ എഴുതാം. ദെൻ 6 വരുന്നത് ലുക്ക് ഹൗ പേഷ്യൻ്റ്ലി ഷീ ഹെൽപ്പ് ഹെർ യങ്ങർ ബ്രദർ ടു സോൾവ് എ പ്രോബ്ലം. അപ്പോൾ ഇവിടെ എന്താ നോക്ക്, അവൾ എന്ത് ക്ഷമയോടെയാണ് അവളുടെ ബ്രദറിനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഹെൽപ്പിന് പകരം ഹെൽപ്പിംഗ് എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് രാജു ഹെൽപ്പ് ഹിസ് പാരൻറ്റ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ വീട്ടു ജോലിയിൽ രാജു എന്ത് ചെയ്യും, അവൻ്റെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെയും ഹെൽപ്പ് എന്ന് പറയുന്നത് എന്താ, ഇത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം, ഒരു ഹാബിറ്റാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹെൽപ്സ് എന്ന് വേണം എഴുതാൻ അല്ലേ. നെക്സ്റ്റ് റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കറക്റ്റ്ലി ഇഫ് നെസസറി. എന്താ ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, അതിൽ ആവശ്യമുള്ളതൊക്കെ അല്ലേ, തെറ്റായിട്ടുള്ളതൊക്കെ നിങ്ങളോട് കറക്റ്റായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടില്ലേ. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ദ വാട്ടർ ബോയിൽസ് ക്യാൻ യു ടേൺ ദ ഹീറ്റർ ഓഫ്. എന്താ വെള്ളം തിളക്കുന്നുണ്ട്, ആ ഹീറ്റർ ഒന്ന് ഓഫ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ മിസ്റ്റേക്ക്, ഇവിടെ ദി വാട്ടർ ബോയിൽസ് എന്നല്ല പറയേണ്ടത് അല്ലേ. വാട്ടർ ഈസ് ബോയിലിംഗ്, വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ ബോയിലിംഗ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ യൂസ് ചെയ്യണം അല്ലേ. ക്യാൻ യു ടേൺ ദി ഹീറ്റർ ഓഫ് അങ്ങനെയാണ് പറയേണ്ടത്. then അതുപോലെ ബാക്കിയുള്ള സെൻറ്റൻസുകൾ നോക്കാം. ലുക്ക് ദാറ്റ് മാൻ ട്രൈസ് ടു ഓപ്പൺ ദി ഡോർ. നോക്കൂ, അദ്ദേഹം എന്ത് ചെയ്യാണ്, വാതിൽ തുറക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ING ഫോം കൊടുക്കുക അല്ലേ. അപ്പോൾ ട്രൈസിന് പകരം എന്ത് ചെയ്യണം, ദി മാൻ ഈസ് ട്രൈയിങ് എന്ന് വേണം അവിടെ കൊടുക്കാൻ. കണ്ടല്ലോ. നെക്സ്റ്റ് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്നു. അപ്പോൾ അതെന്താ, അത് കറക്റ്റാണ്, അതിൽ ചേഞ്ച് ഒന്നും വരുത്താനില്ല, അതുപോലെ തന്നെ എഴുതാം. നെക്സ്റ്റ് അരുൺ ഈസ് നെവർ ലേറ്റ്, ഹി ഈസ് ഗെറ്റിംഗ് ടു വർക്ക് ഓൺ ടൈം. അരുൺ ഒരിക്കലും ലേറ്റ് ആവാറില്ല, അവന് എപ്പോഴും ഓൺ ടൈമിൽ എന്ത് ചെയ്യും, വർക്കിന് വരുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഗെറ്റിംഗ് ടു വർക്ക് എന്നല്ല, ഇതെന്താ ഹാബിറ്റാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഗെറ്റിംഗ് വേണ്ട അല്ലേ, ING ഫോം വേണ്ട, നമ്മൾ ഗെറ്റ്സ് എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് ഐ മസ്റ്റ് ഗോ നൗ, ഇറ്റ് ഗെറ്റ്സ് ലേറ്റ്. എനിക്ക് ഇപ്പം തന്നെ പോകണം, ലേറ്റ് ആകുന്നുണ്ടെന്ന് പറയാൻ അല്ലേ. ഇത് ഹാബിറ്റ് അല്ല, ഇപ്പം നടക്കുന്ന കാര്യമാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഐ മസ്റ്റ് ഗോ നൗ, ഇറ്റ് ഗെറ്റ്സ് അല്ല, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലേറ്റ് എന്ന് വേണം പറയാൻ. റൈറ്റ് 5 സെൻറ്റൻസസ് ഓൺ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഇനി ഇവിടെ തന്നിരിക്കുന്ന കണ്ടല്ലോ, ദെൻ അതിനൊക്കെ കുറിച്ച് നിങ്ങളോട് 5 സെൻറ്റൻസുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടില്ലേ നോക്കാം. യുവർ ഡെയിലി ഹാബിറ്റ്സ് യൂസിങ് ദ സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ്സ്, നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 5 സെൻറ്റൻസ് ഒക്കെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ഈ രീതിയിൽ എഴുതാം. ഐ വേക്ക് അപ്പ് ഏർലി എവറി മോർണിംഗ്, ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കും. ഐ ഗോ ടു സ്കൂൾ ബൈ ബസ്, ഞാൻ ബസ്സിൽ സ്കൂളിലേക്ക് പോകും. ഐ ഓൾവേസ് ഹെൽപ്പ് മൈ മദർ ഇൻ കുക്കിംഗ്, ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഐ റൈറ്റ് ഡയറി ഡെയിലി ബിഫോർ ഗോയിങ് ടു ബെഡ്, ബെഡിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും, ഡയറി എഴുതും. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് യു ആർ ഡൂയിങ് അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഫോമിൽ എഴുതണം,
യെസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ എന്ത് എഴുതാം? ഐ എം ഡൂയിങ് മൈ ഹോം വർക്ക് വിത്ത് മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഹോംവർക്ക് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ് ഐ എം സ്റ്റഡിയിങ് ദ ഇംഗ്ലീഷ് പോയം. ഞാൻ ഇംഗ്ലീഷ് പോയം പഠിക്കുകയാണ്. ദെൻ ഐ എം ഹെൽപ്പിംഗ് മൈ ഫാദർ ടു വാഷ് ദി കാർ. കാർ വാഷ് ചെയ്യാൻ ഞാൻ ഫാദറിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ്, ഡു യു നോ ദാറ്റ് വി യൂസ് ദ സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസസ് ഫോർ അതർ പർപ്പസ് ആസ് വെൽ? ലിസ്റ്റ് എ ഫ്യൂ സച്ച് എക്സാമ്പിൾസ്. നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും അതുപോലെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും ഇതുപോലെ തന്നെ പല കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം നമുക്ക്. അതിനെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ വി ക്യാൻ യൂസ് ടു സേ യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഓർ ഫാക്ട്സ്. നമുക്ക് എന്തെങ്കിലും ട്രൂത്ത്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്സും ഫാക്ട്സുകളൊക്കെ പറയാനായിട്ട് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, അല്ലേ? സൂര്യൻ കിഴക്കുദിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും. ദെൻ അതുപോലെ ഓൾസോ ഫോർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡയറക്ഷൻസ്. എന്തെങ്കിലും നമ്മൾ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും വഴി പറഞ്ഞു കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ചെയ്യുക. ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് 10 AM എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ദെൻ നെക്സ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ പ്ലാൻസിനെയൊക്കെ പറയാൻ യൂസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വി ആർ വിസിറ്റിംഗ് ദ ഷോപ്പ് ടുമോറോ. ഞങ്ങൾ നാളെ ആ ഷോപ്പ് വിസിറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ആ ഷോപ്പിലേക്ക് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഇനി ആക്ടിവിറ്റി 2, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ്. സം ഓഫ് ദി ഗേൾ സ്ക്രീംഡ്. എന്താ 2 സെൻറ്റൻസുകളാണ് തന്നിട്ടുള്ളത്, അല്ലേ? ഫസ്റ്റ് സെൻറ്റൻസ് എന്താ? കുറച്ച് പെൺകുട്ടികൾ എന്ത് ചെയ്തു? സ്ക്രീം ചെയ്തു എന്ന് വെച്ചാൽ അലറി വിളിച്ചു എന്നാണ് പറയുന്നത്. ദ നെക്സ്റ്റ്, ദി മാൻ വാസ് വിയറിങ് എ പീക്ക്ഡ് ക്യാപ്പ്. ഒരു മനുഷ്യൻ ധരിച്ചിരിക്കുന്ന തൊപ്പി എന്താ? കൂർത്ത ഒരു തൊപ്പിയാണെന്നാണ് പറയുന്നത്, അല്ലേ? Then in the first sentence the verb doesn't require an object to make sense. In the second sentence the verb takes an object and the sentence is incomplete without the object. ഇവിടെ ഈ സ്ക്രീംഡ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അലറി വിളിച്ചു എന്ന് പറയുന്ന ഒരു വേർബ്, ആ ഒരു വേർബിൻ്റെ കൂടെ വേറെ ഒരു ഒബ്ജക്റ്റ് ചേർക്കാതെ തന്നെ അതിന് ഒറ്റക്കൊരു മീനിങ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആയത്. ദെൻ സെക്കൻഡ് സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ പീക്ക്ഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ കൂർത്ത തൊപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പീക്ക്ഡ് എന്ന് പറയുന്ന ആ ഒരു വെർബ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവില്ല, അല്ലേ? അതിൻ്റെ മീനിങ് കറക്റ്റ് ആവില്ല. എന്താ, ഒരാൾ കൂർത്ത ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുമോ? ഒരിക്കലും ഇല്ല. സോ കൂർത്ത തൊപ്പി ധരിച്ചു എന്ന് പറയുമ്പോൾ മാത്രമേ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിന് എന്താ, ചില വെർബുകൾക്ക് കൂടി നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒബ്ജക്റ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ എ വെർബ് ദാറ്റ് റിക്വയേഴ്സ് ആൻ ഒബ്ജക്റ്റ് ഫോർ ദ സെൻറ്റൻസ് ടു മേക്ക് സെൻസ് ഈസ് എ ട്രാൻസിറ്റീവ് വെർബ്. A verb that does not require an object and is complete by itself is an intransitive verb. ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് ആവശ്യമായിട്ട് വരുന്ന വെർബുകളുണ്ട്, അല്ലേ? ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് ഒരു സെൻസ്, ഒരു മീനിങ് ഒക്കെ വരുള്ളൂ. അങ്ങനെയുള്ളത് ഉണ്ട്. അങ്ങനെയുള്ള എന്താ വെർബുകളെ നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് എന്നാ പറയാം. അതുപോലെ ഒബ്ജക്റ്റ് ആവശ്യമില്ലാതെ തന്നെ അതിന് ഒരു കംപ്ലീറ്റ് മീനിങ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വെർബുകളെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് എന്നാ പറയാം. ഇനി ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അല്ലേ? ഈ പാസേജിൽ നിന്ന് ട്രാൻസിറ്റീവ് വെർബ്സും അതുപോലെ ഇൻട്രാൻസിറ്റീവ് വെർബ്സും ഏതൊക്കെയാണ് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പോൾ പാസേജ് വായിച്ചു നോക്കാം. ആസ് ദ സൺസെറ്റ് മെരിയ വാക്ക്ഡ് സ്ലോലി along the beach. She picked up a beautiful shell and examined it carefully. The sound of the waves calmed her mind. She sat down on the sand and watched the stars twinkling. The peaceful atmosphere soothed her. ഇവിടെ ട്രാൻസിറ്റീവ് വേർബ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ കൂടെ വരുന്ന വേർബ്സ്, അല്ലേ? അപ്പോൾ ഇവിടെ ഏതാ ഫസ്റ്റ് വരുന്നത്? പിക്കാണ്, അല്ലേ? പിക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ പിക്ക്ഡ് അപ്പ് എ ബ്യൂട്ടിഫുൾ ഷെല്ലാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെല്ല് എടുത്തു. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ കൂടെയാണ് വന്നിട്ടില്ലേ? അപ്പോൾ അത് ഇവിടെ എഴുതാം. ദ നെക്സ്റ്റ് എക്സാമിനാണ് വരുന്നത്, അല്ലേ? അപ്പോൾ എക്സാമിൻഡ് ഇറ്റ് കെയർഫുള്ളി എന്നാണ്, ശ്രദ്ധയോടെ എക്സാമിൻ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഒരു ഒബ്ജക്റ്റിൻ്റെ കൂടെയാണ് വന്നിട്ടില്ലേ? ദെൻ നെക്സ്റ്റ് വരുന്നത് സൂത്താണ് വരുന്നത്. സൂത്ത് എന്ന് വെച്ചാൽ എന്താ? ശാന്തമാക്കുക എന്നുള്ള മീനിങ്, അല്ലേ? അപ്പോൾ സൂത്തഡ് ഹെർ എന്നാണ് ഇവിടെ സെൻറ്റൻസിൽ വന്നിട്ടില്ലേ? അപ്പോൾ അവളെ ശാന്തമാക്കി. അപ്പോൾ അതും ഒരു ഒബ്ജക്റ്റിൻ്റെ കൂടെയാണ് വന്നിട്ടില്ലേ? ദെൻ നെക്സ്റ്റ് വാച്ച് എന്നതാണ്, അല്ലേ? വാച്ച് ദി സ്റ്റാർസ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താ? നക്ഷത്രങ്ങളെ കണ്ടു. അപ്പോൾ ഇവിടെയും ട്രാൻസിറ്റീവാണ് വരുന്നത്. നെക്സ്റ്റ് ഇനി ഇൻട്രാൻസിറ്റീവ് വേർബ്സിൽ വരുന്നത് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് തന്നെ എന്താ മീനിങ് വരുന്ന വേർബ്സ്, അല്ലേ? അപ്പോൾ അതിലേതൊക്കെ വരും? വാക്ക് വരും. ദെൻ നെക്സ്റ്റ് കാം വരും, അല്ലേ? ദെൻ നെക്സ്റ്റ് സാറ്റ് ഇരുന്നു. ദെൻ നെക്സ്റ്റ് ട്വിങ്കിൾ തിളങ്ങി. ഇതൊക്കെയാണ് വരുന്നത്. ഇനി ആക്ടിവിറ്റി 3, ലുക്ക് അറ്റ് ദി സെൻറ്റൻസ് ഗിവൺ ബിലോ ആൻഡ് നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കുക, തമ്മിലുള്ള ഡിഫറൻസ് നോക്കാനാണ് പറയുന്നത്. ദ എലഫൻറ്റ് പുൾഡ് ദ റോഡ് എൻജിൻ. എന്താണ്? എലഫൻറ്റ് എന്ത് ചെയ്തു? ആ റോഡ് എൻജിനെ തള്ളിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്.
ദെൻ സെക്കൻഡ് സെൻറ്റൻസ് ദി റോഡ് എൻജിൻ വാസ് പുൾഡ് ബൈ ദ എലിഫൻറ്റ്. ആന റോഡ് എൻജിനെ വലിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് തന്നിരിക്കുന്നത് ദി റോഡ് എൻജിൻ വാസ് പുൾഡ് ബൈ ദ എലിഫൻറ്റ്. റോഡ് എൻജിൻ ആന വലിച്ചു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ദെൻ ഡു ദേ കൺവേ സെയിം ഐഡിയ. ഈ രണ്ട് സെൻറ്റൻസും സെയിം ഐഡിയ അല്ലേ ഇവിടെ പറയുന്നതെന്ന് ചോദിക്കുന്നത്. യെസ്, അതെ അല്ലേ, രണ്ടും എന്താ ഒരേ മീനിങ് ആണ് ഇവിടെ വരുന്നത്. ദെൻ ഹൗ ഈസ് സെൻറ്റൻസ് 1 ഡിഫറെൻറ്റ് ഫ്രം സെൻറ്റൻസ് 2? അങ്ങനെയാണെങ്കിൽ രണ്ട് സെൻറ്റൻസും എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. എന്താ ഇതിൽ വരുന്ന വ്യത്യാസം? ഫസ്റ്റ് സെൻറ്റൻസിൽ എലഫൻ്റ് ആണ് അതിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ സെക്കൻഡ് സെൻറ്റൻസിൽ റോഡ് എൻജിൻ ആണ് അതിൽ സബ്ജക്റ്റ് ആയി കൊടുത്തിട്ടുള്ളത്. അത് മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. ദെൻ പക്ഷേ പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടും സെയിം തന്നെയാണ്. ദെൻ ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് ദ സബ്ജക്ട് ദ എലഫൻറ്റ് ഈസ് ദ പെർഫോമർ ഓർ ഡുവർ ഓഫ് ദി ആക്ഷൻ. ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് ദ ഫോക്കസ് ഷിഫ്റ്റ്സ് ടു ദ ഒബ്ജക്ട് ദ റോഡ് എൻജിൻ വിച്ച് നൗ ബിക്കംസ് ദ സബ്ജക്ട് ഓഫ് ദി സെൻറ്റൻസ്. ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താണ്? എലഫൻ്റ് ആണ് അതിലെ സബ്ജക്റ്റ് അല്ലേ, അതിലെ കാര്യം ചെയ്യുന്ന ആൾ എലഫൻ്റ് ആണ്. ആ എലഫൻ്റ് തന്നെയാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ എന്താണ് സബ്ജക്റ്റ് ആയിട്ടും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? എലഫൻറ്റിനെയാണ്. ദെൻ സെക്കൻഡ് സെൻറ്റൻസിൽ തന്നിരിക്കുന്നത് റോഡ് എൻജിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. റോഡ് എൻജിൻ എലഫൻറ്റിനെ വലിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് സബ്ജക്റ്റ് റോഡ് എൻജിനാണ് വരുന്നത്. അതാണ് ഇവിടെ വരുന്ന ഡിഫറൻസ് അല്ലേ. അപ്പോൾ in the first sentence, the subject performs the action. In the second sentence, the action is performed by someone. എന്ന് വെച്ചാൽ ഫസ്റ്റ് സെൻറ്റൻസിൽ ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? സബ്ജക്റ്റ് തന്നെയാണ്. ദെൻ സെക്കൻഡ് സെൻറ്റൻസിൽ ആക്ഷൻ ചെയ്യുന്നത് ആരെങ്കിലുമാണ് അല്ലേ, വേറെ ആരുമാണ്, സബ്ജക്റ്റ് അല്ല. നൗ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഒബ്സർവ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ടു ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇവിടെയും എന്താണ് രണ്ട് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ജോസഫ് ഹെൽപ്ഡ് ദി നെറേറ്റർ. ജോസഫ് എന്ത് ചെയ്തു? നെറേറ്ററെ ഹെൽപ്പ് ചെയ്തു. ദെൻ ദി നെറേറ്റർ വാസ് ഹെൽപ്ഡ് ബൈ ജോസഫ്. നെറേറ്റർ ജോസഫിനെ ഹെൽപ്പ് ചെയ്തു. രണ്ടും സെയിം തന്നെയാണ് അല്ലേ. ദ ജോസഫ് ദി സബ്ജക്ട് ഈസ് ഡൂയിങ് ദ ആക്ഷൻ ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ്. എന്താ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ജോസഫ് ആണ്. ജോസഫ് എന്ന് വെച്ചാൽ അതിലുള്ള ഒരു സബ്ജക്റ്റ്, അതാണ് അതിലുള്ള ആക്ഷൻ ചെയ്യുന്നത്, പ്രവൃത്തി ചെയ്യുന്നത് അല്ലേ. ദെൻ സെക്കൻഡ് സെൻറ്റൻസിലാണെങ്കിലോ ആ നെറേറ്റർ അല്ലേ, ആ നെറേറ്റർക്കാണ് അതിലുള്ള ആ ഒരു ആക്ഷൻ എന്താണോ അത് റിസീവ് ചെയ്യുന്നത് നെറേറ്ററാണ്. ആ നെറേറ്ററാണ് സെക്കൻഡ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ. ഇങ്ങനെ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻ്റ് വരുന്നത്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ് ആദ്യം തന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെ വരുന്ന സെൻറ്റൻസുകൾ നമ്മൾ എന്താ പറയുക? ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസ് ആണെന്ന് പറയാം. ദെൻ ഇനി നമ്മൾ സബ്ജക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്നതിന് പകരം ഒബ്ജക്റ്റിനെയാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പാസീവ് വോയിസ് എന്നാ പറയാം. അതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന സെൻറ്റൻസ് ജോസഫ് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ, അതിവിടെ ആക്റ്റീവ് വോയിസ് ആണ്. ദെൻ സെക്കൻഡ് തന്നിരിക്കുന്നത് നെറേറ്റർ സബ്ജക്റ്റായി വന്നിട്ടുള്ള ആ ഒരു സെൻറ്റൻസ് എന്താ? പാസീവ് വോയിസ് ആണ്. ഇനി ഐഡൻറ്റിഫൈ വെദർ ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ ഇൻ ദ ആക്റ്റീവ് ഓർ പാസീവ് വോയിസ് ആൻഡ് റീറൈറ്റ് ദം ചേഞ്ചിങ് ദ വോയിസ്. ഇനി താഴെ 5 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആക്റ്റീവ് ആണെങ്കിൽ അതിനെ പാസീവ് ആക്കുക, പാസീവ് ആണെങ്കിൽ ആക്റ്റീവ് ആക്കുക. ഫസ്റ്റ് വരുന്നത് ജോസഫ് മെറ്റ് ദ മുനിസിപ്പൽ ചെയർമാൻ എന്നതാണ് അല്ലേ. ജോസഫ് മുനിസിപ്പൽ ചെയർമാനെ കണ്ടു. അപ്പോൾ ഇവിടെ എന്താ അത് ആക്റ്റീവ് വോയിസിലാണ് അല്ലേ. ജോസഫ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ആക്റ്റീവ് വോയിസ് ആണ്. then അതിനെ നമുക്ക് എങ്ങനെ പാസീവ് വോയിസ് ആക്കി എഴുതാം? ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ മുനിസിപ്പൽ ചെയർമാൻ വാസ് മെറ്റ് ബൈ ജോസഫ്. അപ്പോൾ അതിലെ എന്ത് വേണം? ഒബ്ജക്റ്റ് വേണം ഫസ്റ്റിലേക്ക് വരാൻ അല്ലേ. അപ്പോൾ അതാണ് പാസീവ് വോയിസ്. ദെൻ സെക്കൻഡ് വരുന്നത് ദ റിക്വസ്റ്റ് വാസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ ദ ചെയർമാൻ. റിക്വസ്റ്റ് എന്ത് ചെയ്തു? ചെയർമാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അത് എന്ത് ഇതിലാണ് തന്നിട്ടില്ലേ? പാസീവ് വോയിസിലാണ് തന്നിട്ടില്ലേ. ദെൻ അതിനെ ആക്റ്റീവ് വോയിസിലാക്കുമ്പോൾ ദി ചെയർമാൻ ഡിഡ് നോട്ട് അക്സെപ്റ്റ് ദി റിക്വസ്റ്റ് എന്നാണ് വരിക. ദെൻ നെക്സ്റ്റ് തേർഡ് വരുന്നത് ദ മുനിസിപ്പാലിറ്റി പ്രസ്ഡ് ദം ടു ക്ലിയർ ഔട്ട്. മുനിസിപ്പാലിറ്റി അവരെ അവിടുന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷർ ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. അപ്പോൾ അതെന്താ? ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ അതിൻ്റെ പാസീവ് വോയിസ് വരുന്നത് they were pressed by the municipality to clear out. ഫോർത്ത് വരുന്നത് ജോസഫ് saw the priest of the local temple. അതെന്താ? ജോസഫ് ലോക്കൽ ടെമ്പിളിലെ പ്രീസ്റ്റിനെ പോയി കണ്ടു. അതെന്താ? ആക്റ്റീവ് വോയിസ് ആണ്. ദെൻ അതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ the priest of the local temple was seen by Joseph. കണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് he was offered the services of the temple elephant by the priest. എന്താ? ടെമ്പിൾ എലഫൻറ്റിൻ്റെ സർവീസ് അദ്ദേഹം എന്ത് ചെയ്തു? ഓഫർ ചെയ്തു അല്ലേ. അപ്പോൾ അത് പാസീവ് വോയിസ് ആണ്. ദെൻ നെക്സ്റ്റ് അതിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോൾ ദി പ്രീസ്റ്റ് ഓഫേർഡ് ഹിം ദ സർവീസസ് ഓഫ് ദി ടെമ്പിൾ എലഫൻറ്റ്. നെക്സ്റ്റ് നൗ ചൂസ് 2 sentences each in the active and passive voice from the story and rewrite them changing the voice. ഇനി എന്താ പറയുന്നത്? ഇവിടെ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലുള്ള എന്ത് ചെയ്യാം?
2 സെൻറ്റൻസുകൾ നിങ്ങളോട് സ്റ്റോർ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ, എന്നിട്ട് അതിൻ്റെ വോയിസ് ചേഞ്ച് ചെയ്യാൻ. അല്ലേ, ആക്റ്റീവ് ആണെങ്കിൽ പാസീവ് ആക്കാം, അതുപോലെ പാസീവിലുള്ള 2 എണ്ണം എടുത്ത് അത് ആക്റ്റീവ് ആക്കാം. ഏതൊക്കെ എഴുതാം? ദ എലഫൻറ്റ് പുൾഡ് ദ എൻജിൻ ത്രൂ ദ മെയിൻ റോഡ് എന്നത് ആക്റ്റീവ് വോയിസ് ടെക്സ്റ്റിലുള്ളതാണ് അല്ലേ. ദെൻ അതിനെ പാസീവ് ആക്കുമ്പോൾ ദ എൻജിൻ വാസ് പുൾഡ് ത്രൂ ദ റോഡ് ബൈ എലഫൻറ്റ്. ദെൻ നെക്സ്റ്റ് ഐ റിസീവ്ഡ് എ നോട്ടീസ് ഫ്രം ദ മുനിസിപ്പാലിറ്റി, അതെന്താ ആക്റ്റീവ് വോയിസ് ആണ്. ദെൻ എ നോട്ടീസ് വാസ് റിസീവ്ഡ് ബൈ മീ ഫ്രം ദ മുനിസിപ്പാലിറ്റി, അതെന്താ അതിനെ പാസീവിലേക്ക് ആക്കിയതാ അല്ലേ. പാസീവ് വോയിസിലുള്ളത് ആക്റ്റീവിലേക്ക് ആക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഹി വാസ് ഗിവൺ ദി പ്രൈസ് ഫ്രം ദി ചെയർമാൻ എന്നത് എടുക്കുക അല്ലേ. ദെൻ അതിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോൾ ദി ചെയർമാൻ ഗേവ് ഹിം ദി പ്രൈസ് എന്ന് വരാം. ദെൻ നെക്സ്റ്റ് ദി റോഡ് എൻജിൻ വാസ് റിമൂവ്ഡ് ബൈ ദി ടെമ്പിൾ എലഫൻറ്റ്, അത് പാസീവ് വോയിസ് ആണ്. ദെൻ അതിനെ നമുക്ക് ദി ടെമ്പിൾ എലഫൻറ്റ് റിമൂവ്ഡ് ദ റോഡ് എൻജിൻ എന്നാക്കി മാറ്റാം. ആക്ടിവിറ്റി 4, റീഡ് ദ ലൈൻസ് ബിലോ. താഴെയുള്ള ലൈൻസ് വായിക്കാനാണ് പറയുന്നത്. ഐ ഓൾസോ ടുക്ക് ഇൻ ടു സർവീസ് വൺ ജോസഫ്, എ ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവർ, ഹു സെഡ് ദാറ്റ് ഓൾദോ ഹി ന്യൂ nothing of road rollers, he could nevertheless steer one if it was somehow kept in motion. Do these words convey meaning? Why not? ഈ തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈ ഒരു സെൻറ്റൻസിൽ എവിടെയും ഒരു ഫുൾ സ്റ്റോപ്പോ ഒരു കോമയോ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു മീനിങ് കണ്ടുപിടിക്കാൻ കുറച്ച് ടാസ്ക് ആണ് അല്ലേ. സോ എന്ത് എഴുതാം? നോ, ദ നോട്ട് കൺവേ ക്ലിയർ മീനിങ് ബിക്കോസ് there is no punctuation marks to separate the ideas in it. ഇതിൻ്റെ മീനിങ് നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് അതിനെ തന്നിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിലെ കാര്യങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന തരത്തിൽ അതിലൊരു പങ്ക്ച്വേഷൻ മാർക്സും തന്നിട്ടില്ല അല്ലേ. വാട്ട് ഡിഫിക്കൽട്ടീസ് ഡു യു നോട്ടീസ് വെൻ സെൻറ്റൻസസ് ആർ റിട്ടൺ വിത്തൗട്ട് അപ്രോപ്രിയേറ്റ് പങ്ക്ച്വേഷൻ മാർക്സ്? കറക്റ്റായിട്ടുള്ള പങ്ക്ച്വേഷൻ മാർക്സ് ഇല്ലാതെ ഒരു സെൻറ്റൻസ് തരാണെങ്കിൽ അതിൽ എനിക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഫീൽ ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് സെൻസ് അല്ലേ. ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലേ, അത് മനസ്സിലാക്കാൻ നമ്മൾക്കൊണ്ട് പറ്റില്ല. ദെൻ നെക്സ്റ്റ് റോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഐഡിയാസ്, ഐഡിയാസിനെ നമ്മൾ തെറ്റായിട്ടായിരിക്കും അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ദെൻ കൺഫ്യൂഷൻ ഇൻ റീഡിങ്, വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നൊന്നും അറിയാതെ. ദെൻ നെക്സ്റ്റ് ഡിഫിക്കൽട്ടി ടു നോ വേർ ഇറ്റ് എൻഡ്സ്, എവിടെയാണ് അവസാനിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അല്ലേ, അതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. നെക്സ്റ്റ് എക്സാമിൻ ദ പങ്ക്ച്വേഷൻ മാർക്സ് ലിസ്റ്റഡ് ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ യൂസേഴ്സ്. ഇനി ഇവിടെ താഴെ എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഈ പങ്ക്ച്വേഷൻ മാർക്സ് ഏതൊക്കെയാണ് തന്നിട്ടുണ്ട് അല്ലേ. ദെൻ അതിൻ്റെ യൂസേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഫസ്റ്റ് വരുന്നത്? ഫുൾ സ്റ്റോപ്പ് ആണ് അല്ലേ. ഫുൾ സ്റ്റോപ്പിൻ്റെ യൂസ് എന്താ? ഇറ്റ് എൻഡ്സ് എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിനെ അവസാനിപ്പിക്കുന്നത് എന്താ ആ ഒരു ഫുൾ സ്റ്റോപ്പാണ്. അതിനൊരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഷി വെന്റ് ടു സ്കൂൾ നെക്സ്റ്റ് ഡേ. ദെൻ അതിന് ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സെൻറ്റൻസ് അവിടെ അവസാനിച്ചു. ദെൻ നെക്സ്റ്റ് കോമയാണ് അല്ലേ. കോമയുടെ യൂസ് എന്താ? ഇറ്റ് സെപ്പറേറ്റ്സ് ഐഡിയാസ് ഇൻ എ ലിസ്റ്റ് ഓർ ടു ആഡ് അഡീഷണൽ ഇൻഫർമേഷൻസ്. അത് എന്ത് ചെയ്യും? ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലെ ഐഡിയാസിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കോമ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം അല്ലേ. ദെൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഐ ബോട്ട് എ ലാപ്ടോപ്പ്, എ മൗസ് പാഡ് ആൻഡ് എ മൊബൈൽ ഫോൺ. ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി, ഒരു മൗസ് പാഡും മൊബൈൽ ഫോണും വാങ്ങിയില്ലേ. അതെല്ലാം കൂടി ഒരു സെൻറ്റൻസിൽ ആഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? കോമ യൂസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അതെവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇറ്റ് എൻഡ്സ് എ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടില്ലേ, ക്വസ്റ്റ്യൻ്റെ അവസാനത്തിൽ യൂസ് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ ഉണ്ട് അല്ലേ, വൈ ആർ യു ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ അവസാനത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. നെക്സ്റ്റ് എക്സ്ക്ലമേഷൻ മാർക്കാണ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഷോസ് സ്ട്രോങ് ഫീലിങ്സ് ലൈക്ക് സർപ്രൈസ്. സർപ്രൈസ് പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സിനെ കാണിക്കാനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ത് ചെയ്താം? ഇറ്റ് ഈസ് റിയലി അമേസിങ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് കൊടുക്കും? ഈ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കും. നെക്സ്റ്റ് കോളൻ ആണ്. കോളൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇൻട്രൊഡ്യൂസസ് എ ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ഓർ ആൻ എക്സാമ്പിൾ. എന്താണ്? എന്തെങ്കിലും ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷന് അല്ലെങ്കിൽ ഒരു എക്സാമ്പിളൊക്കെ പറയുമ്പോഴാണ് അതിനൊക്കെ കാണിക്കാനാണ് നമ്മൾ ഈ കോളൻ യൂസ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് കൊട്ടേഷൻ മാർക്സ് ആണ് അല്ലേ. അതെന്തിനാ? ഇറ്റ് ഈസ് ടു എൻക്ലോസ് ഡയലോഗ്സ്, കോട്ട്സ്, ടൈറ്റിൽ എക്സെട്ര അല്ലേ. എന്തെങ്കിലും ഡയലോഗ്സ് അതുപോലെ കോട്ട്സ് അതുപോലെ എന്തെങ്കിലും ടൈറ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അതിനൊക്കെ ഇങ്ങനെ എൻക്ലോസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ടല്ലോ, ദ 7 Ages of Man എന്ന ആ ഒരു ഹെഡിങ്ങിനെ കണ്ടോ? എന്താ കൊട്ടേഷൻ മാർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഷീ സെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണോ അതിന് കൊട്ടേഷൻ മാർക്കിൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സെമി കോളൻ ആണ് അല്ലേ. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ജോയിൻസ് ടു ക്ലോസ്ലി റിലേറ്റഡ് സെൻറ്റൻസസ്. രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യാനാണ്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഐ എം നോട്ട് ഹാപ്പി, ഹവർ ഐ വിൽ ഡു ഇറ്റ്. അതിനിടയിൽ നമ്മൾ സെമി കോളൻ കൊടുത്തു അല്ലേ. ദെൻ നെക്സ്റ്റ് അപ്പോസ്ട്രോഫി എഴുതാം. അപ്പോസ്ട്രോഫി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ. ഇടയിൽ ഒരു പൊസിഷൻ, ഒരു സ്ഥാനത്തെ കാണിക്കാൻ
അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈ ഫ്രണ്ട്സ് ഹൗസ് ഈസ് ബിഗ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് എന്താ വലുതാണ് അല്ലേ. നൗ യൂസ് അപ്രോപ്രിയേറ്റ് പങ്ക്ച്വേഷൻ മാർക്സ് ടു റീറൈറ്റ് ദ ലൈൻസ് ഗിവൺ ഇൻ ദ ബിഗിനിങ് ഓഫ് ആക്ടിവിറ്റി 4. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആക്ടിവിറ്റി 4 ഫസ്റ്റ് ഒരു സെൻറ്റൻസ് കണ്ടുല്ലേ, അതിൽ പങ്ക്ച്വേഷൻ മാർക്സ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതിന് നിങ്ങളോട് പങ്ക്ച്വേഷൻ മാർക്സ് കറക്റ്റായിട്ട് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഐ ഓൾസോ ടുക്ക് ഇൻ ടു സർവീസ് 1 ജോസഫ്. ദെൻ അവിടെ കോമ കൊടുക്കുക. എ ഡിസ്മിസ്ഡ് ബസ് ഡ്രൈവർ, അവിടെയും കോമ കൊടുക്കുക. ഹു സെഡ് ദാറ്റ് ഓൾദോ ഹി ന്യൂ നത്തിങ് ഓഫ് റോഡ് റോളേഴ്സ്, ദെൻ അവിടെയും കോമ കൊടുക്കുക. ഹി കുഡ് നെവർലെസ് സ്റ്റിയർ വൺ ഇഫ് ഇറ്റ് വാസ് സംഹൗ കെപ്റ്റ് ഇൻ മോഷൻ, ദെൻ ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഈ രീതിയിലാണ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് ടീം അപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് പ്രൊജക്റ്റാണ് തന്നിട്ടുള്ളത്. ലെറ്റ്സ് പ്രിപ്പയർ എ ബുക്ക് ഓഫ് സയൻറ്റിസ്റ്റ്, കളക്ട് പിക്ചേഴ്സ് ഓഫ് സയൻറ്റിസ്റ്റ്, ലിസ്റ്റ് ദെയർ മെയിൻ കോൺട്രിബ്യൂഷൻസ് ടു സൊസൈറ്റി ആൻഡ് ടു സയൻസ്. യു മേ കോൾ ഇറ്റ് മൈ ബുക്ക് ഓഫ് സയൻറ്റിസ്റ്റ്. നിങ്ങളോട് സയൻറ്റിസ്റ്റുകളുടെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവരുടെ മെയിൻ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നും കൂടി എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഒരു ബുക്ക് ഓഫ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന പേരിൽ ഒരു വർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.